ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. തംബ്നെയിൽ കണ്ട പോലെ നമ്മുടെ ഒരു ആഴ്ച എങ്ങനെയാണ് ഒരു സിഇഒയെ പോലെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സിഇഒ എന്ന് പറഞ്ഞാൽ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഒരു കമ്പനിയെ ലീഡ് ചെയ്യുന്ന ആളാണ് സിഇഒ. കമ്പനിയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക, കമ്പനിയുടെ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, എന്താണോ കമ്പനിക്ക് ആവശ്യം ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കമ്പനിയെ നല്ല ലെവലിൽ കൊണ്ടുപോകുന്ന ആളാണ് സിഇഒ. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ സിഇഒ ആണ്, പക്ഷേ നമ്മളിത് മനസ്സിലാക്കാറില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ സിഇഒക്ക് മാത്രം ഉള്ളതല്ല, ഏത് ലെവലിലാണെങ്കിലും നമ്മുടെ ലൈഫിനെ ഒരു സിഇഒ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മുടെ വീക്ക് ഒരു സിഇഒ പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത്. ആസ് എ സിഇഒ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, സ്റ്റാർട്ട് യുവർ വീക്ക് ബിഫോർ മൺഡേ. അതല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ സൺഡേ ആണ് നമ്മുടെ വർക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ വർക്ക് ഡേക്ക് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഓഫ് ഡേ ഉള്ള ദിവസം തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർ ആവാനായിട്ട് ശ്രമിക്കുക. എന്തിലേക്ക് വേണ്ടി? പുതിയൊരു ആഴ്ചയിലേക്ക് വേണ്ടി. ആഴ്ച തുടങ്ങുന്ന ആ ദിവസമല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കേണ്ടത്, അതിൻ്റെ തലേന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രിപ്പയർ ആയി ഇരിക്കാം. എല്ലാ വിധത്തിലും നമുക്ക് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ സൺഡേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സൺഡേ നമുക്കൊരു റീസെറ്റ് ഡേ ആക്കി മാറ്റാം. അന്നത്തെ ദിവസം കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെയായിരുന്നു, ഇനി മുൻപോട്ട് വരാനുള്ള ഒരാഴ്ച എങ്ങനെയാക്കി മാറ്റണം എന്നുള്ളത് നമുക്ക് ഇരുന്ന് എഴുതി നോക്കാം, കൃത്യമായി പ്ലാൻ ചെയ്യാം. 2, സ്കെഡ്യൂൾ യുവർ റെസ്റ്റ് ഫസ്റ്റ്. നമ്മുടെ റെസ്റ്റ് എടുക്കാനുള്ള സമയം ആദ്യം തന്നെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും ഏത് സമയം മുതൽ ഏത് സമയം വരെ ഉറങ്ങണം, ആ ഒരു ഉറങ്ങാനുള്ള ടൈം സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക. അതുപോലെ ഇനി പകൽ നിങ്ങൾക്കൊരു റെസ്റ്റ് ടൈം ആവശ്യമാണ്, ഒരു നാപ്പ് ആവശ്യമാണ്, കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കണം എന്നാണെങ്കിൽ അതും ഏത് സമയത്ത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 24 hours ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യലല്ല. റെസ്റ്റ് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് വേണ്ട വേഗതയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യാനായി കഴിയുള്ളൂ. 3, പ്രൊട്ടക്റ്റ് യുവർ പീക്ക് പെർഫോമൻസ് അവേഴ്സ്. നമുക്കെല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് മണിക്കൂറുണ്ടാവും. നന്നായിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മണിക്കൂർ നമ്മുടെ എല്ലാവരുടെ ദിവസത്തിലും ഉണ്ടാവും. അത് ചിലർക്ക് മോർണിംഗ് ആയിരിക്കാം, ചിലർക്ക് നൈറ്റ് ആയിരിക്കാം, ചിലർക്ക് ഈവനിങ് ആയിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഓടിച്ചാടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ആക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന സമയം ഏതാണ്? ആ സമയം നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ സമയത്ത് ഡിസ്ട്രാക്ഷനിലേക്ക് പോവാതിരിക്കാനായിട്ട് മൊബൈൽ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യാം. ആ അവേഴ്സ് ഏതാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക. 4, സ്റ്റോപ്പ് ഡൂയിങ് എവ്രിതിങ് യുവർ സെൽഫ്. എല്ലാ കാര്യവും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നുള്ള വാശി ഒഴിവാക്കുക. ടാസ്ക് ഡെലഗേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് കുറച്ച് ടാസ്ക് കൊടുക്കുക, പാർട്ട്ണർക്ക് കുറച്ച് ടാസ്ക് കൊടുക്കുക, വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനോട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നുള്ളത് പറയാം. എല്ലാ കാര്യങ്ങളും അധികം ആൾക്കാരും സ്വയം ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്താൽ അത് ശരിയാവില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഒരു സിഇഒ എന്ത് ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായി ശ്രമിക്കില്ല. പകരം എന്തിലാണോ മെയിൻ ഫോക്കസ് വേണ്ടത് അവിടെയാണ് ഫോക്കസ് കൊടുക്കുക. എല്ലാ ടാസ്കും സ്വയം ചെയ്യുന്നതിന് പകരം ഈ ടാസ്ക് ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് കഴിയും. ഏതു കാര്യവും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നല്ല രീതിയിലേക്ക് വരുന്നത്. നമ്മളൊരു ടാസ്ക് മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അത് റെസ്പോൺസിബിളായിട്ട് ചെയ്യണം എന്നില്ല. അവിടെയാണ് നമ്മൾ ഒരു സിഇഒ ആയിട്ട് മാറേണ്ടത്. അവർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നതിന് പകരം അവിടെ സിഇഒ ആയി നിന്ന് ലീഡ് ചെയ്യാണ് വേണ്ടത്. അത് തീർച്ചയായും ഒരു കഴിവ് തന്നെയാണ്. ആ കഴിവിലേക്ക് നമ്മൾ വളരാനാണ് ശ്രമിക്കേണ്ടത്. പരാതികൾ പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം പരിഹാരത്തിലേക്ക് നോക്കാം, സൊല്യൂഷനിലേക്ക് നമുക്ക് നോക്കാം. 5, എല്ലാ ദിവസവും പ്ലാൻ ചെയ്യാനായി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുക. നാളത്തെ ദിവസം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തേതിനേക്കാളും വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നുള്ളത് എല്ലാ ദിവസവും ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കാം, എഴുതി വെക്കാം അല്ലേ. നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം, നമ്മുടെ ലൈഫ് റിഫ്ലക്റ്റ് ചെയ്യും. അതിനുള്ളൊരു ടൈം എല്ലാ ദിവസവും മാറ്റി വെക്കുക. ഈ പ്ലാൻ ചെയ്യാൻ പറയുമ്പോൾ പ്ലാൻ ചെയ്യാനൊന്നും എനിക്ക് ടൈം കിട്ടാറില്ല എന്ന് പറയുന്നവരുണ്ട്. പ്ലാൻ ചെയ്യാൻ ടൈം കിട്ടാത്തത് കൃത്യമായ പ്ലാനിങ് ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാറ്റിനും നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 6, സ്കെഡ്യൂൾ ചെയ്ത ടൈം ബ്ലോക്സിനിടയിൽ ഒരു ബഫർ ബ്ലോക്ക് സെറ്റ് ചെയ്യുക. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിനിടയിൽ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം, ഒരു 30 മിനിറ്റോ 1 മണിക്കൂറൊക്കെ നമ്മൾ വെച്ചാൽ പെട്ടെന്ന് വന്നു ചേരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നു ചേരുന്ന ടാസ്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ടൈം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും.
7 ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വിൻഡോ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കോൾ ചെയ്യാനും നോട്ടിഫിക്കേഷൻ നോക്കാനും മെയിൽ അയക്കാനും മെസ്സേജ് അയക്കാനുള്ള ഒരു ടൈം പ്രത്യേകം ബ്ലോക്ക് ചെയ്യുക. ആ സമയത്ത് മാത്രം ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാനായി നോക്കുക. നമ്മൾ ടൈം ഫിക്സ് ചെയ്യാതെ എല്ലാ സമയത്തും ഫോൺ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ടാബ് തുറന്നുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ഇതൊക്കെയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു ടൈം ഫിക്സ് ചെയ്യുക. എന്ത്? കമ്മ്യൂണിക്കേഷൻ വിൻഡോ. ആ സമയത്ത് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒരുമിച്ച് ചെയ്യാനായി ശ്രമിക്കുക. 8 ഓരോ ദിവസത്തിനും ഓരോ തീം കൊടുക്കുക. പ്ലാനിംഗ് ഡേ, മീറ്റിംഗ് ഡേ, കോണ്ടന്റ് ഡേ, ഡീപ്പ് വർക്ക് ഡേ, ക്ലീനിങ് ഡേ. ഈ രീതിയിൽ ഓരോ ദിവസത്തിനും ഓരോ തീം കൊടുക്കുക. എന്ന് വെച്ചാൽ ആ ദിവസം അതുമാത്രം ചെയ്യലാണോ? അല്ല, മറ്റെന്ത് ചെയ്യുന്നതിനിടയിലും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു കാര്യത്തിനായിരിക്കും. ക്ലീനിങ് ആണെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങുന്നത് ക്ലീനിങ്ങിൻ്റെ ബാക്കി പാർട്ട് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നിങ്ങൾ ഇറങ്ങുന്നത് ക്ലീനിങ്ങിനായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യത്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. സ്റ്റഡി ഡേ ആണെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകുന്നത് പഠിക്കാനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോകുന്നത് പഠിക്കാനായിരിക്കും. ഈ പഠനം എന്നുള്ളതാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് പഠനത്തിനായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ പുസ്തകമുണ്ടായിരിക്കും. 9 എനർജിക്കനുസരിച്ചിട്ട് ടാസ്കുകൾ പ്ലാൻ ചെയ്യുക. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ എനർജി ഉണ്ടാവുമോ? നമുക്ക് എല്ലാ സമയത്തും ഒരുപോലെ എനർജി ഉണ്ടാവുമോ? അപ്പോൾ നമുക്ക് എനർജി ഉള്ള ദിവസങ്ങളിലേക്ക് ചില ഒരുപാട് എനർജി ആവശ്യമുള്ള ടാസ്കുകൾ പ്ലാൻ ചെയ്ത് വെക്കാം. അത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ചെയ്യാനുള്ളൊരു ടാസ്ക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ഹൈ എനർജിയുള്ള ദിവസത്തിൽ ഞാൻ ഇന്ന ടാസ്ക് ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം. ആ ദിവസം ആ ഒരു ടാസ്കിന് തന്നെ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാനായി നോക്കാം. 10 എൻഡ് എവറി ഡേ വിത്ത് എ ഷട്ട് ഡൗൺ റിച്വൽ. നമുക്കൊരു ഷട്ട് ഡൗൺ റിച്വൽ ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മൾ എൻഡ് ചെയ്യുന്നത് സമാധാനത്തിലായിരിക്കണം. നൈറ്റ് ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അവർ പ്രത്യേകിച്ചും ശീലിക്കേണ്ട കാര്യമാണ് ഈ ഷട്ട് ഡൗൺ റിച്വൽ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഷട്ട് ഡൗൺ റിച്വലിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് വൈകുന്നേരത്തെ ഒരു കോഫി ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. വൈകുന്നേരം നടക്കാൻ പോവാം, പ്രാർത്ഥനയ്ക്കൊരു സമയം മാറ്റിവെക്കാം, പ്ലാൻ ചെയ്യാനായിട്ടൊരു ടൈം മാറ്റിവെക്കാം, വർക്ക് കഴിഞ്ഞാൽ പിന്നെ പോയി ഒന്ന് കുളിക്കാം, ടൈം എടുത്തുകൊണ്ട് കുട്ടികളുമായിട്ട് കളിക്കാം, അടുത്ത് പാർക്കോ ബീച്ചോ ഉണ്ടെങ്കിൽ അവിടെ പോയി കുറച്ച് സമയം ചെലവഴിക്കാം. ഇതെല്ലാം കൂടി ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യാനായി നോക്കുക ഈ ഒരു റിച്വലിൻ്റെ ഭാഗമായി. ഈ വരുന്ന 16-ാം തീയതി നമ്മുടെ പുതിയ ഗ്രൂപ്പ് കോച്ചിങ് ഏർലി ബേർഡ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രൂപ്പ് കോച്ചിങ് ആണ്. 300 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏർലി ബേർഡ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സഹായിക്കുന്ന, രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ സഹായിക്കുന്ന, അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെയും അതാത് സമയം ചെയ്തു തീർക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കോച്ചിങ് ആണ്. ഇതൊരിക്കലും 300 രൂപയിൽ ഒതുക്കേണ്ട ഒരു ഗ്രൂപ്പ് കോച്ചിങ് അല്ല. അങ്ങനെയല്ല ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മാസം സ്പെഷ്യലായി അങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ ഏരിയാസും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് കോച്ചിങ് ആണിത്. കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് രണ്ടാമതൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് മെയിൻ ഗ്രൂപ്പും സെപ്പറേറ്റ് ഒരു നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പും കൂടി ഉണ്ടാവും. മെയിൻ ഗ്രൂപ്പിലാണ് ടാസ്കുകൾ വരുന്നത്. അത് അഡ്മിൻ ഓൺലി ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ടാസ്ക് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഇന്നും ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റീവായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് കോച്ചിങ് ഉപകാരപ്പെടും. ഏർലി ബേർഡ് ക്ലബ്ബ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കോച്ചിങ് ആണിത്. ഇതിന് മുൻപ് നിങ്ങൾ ഈ ഒരു ഏർലി ബേർഡ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ടാസ്കുകളൊക്കെ ഈ ഒരു ഗ്രൂപ്പ് കോച്ചിങ്ങിൽ ഉണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർണിംഗിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ മോർണിംഗിൽ എഴുന്നേക്കും. അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാവും. 28 ദിവസം പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമും ഉണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് ആദ്യം ഗ്രൂപ്പിൽ നിങ്ങളുടെ കോഫി അല്ലെങ്കിൽ നിങ്ങളുടെ രാവിലെ കുടിക്കുന്ന ആ ഒരു ഡ്രിങ്ക് ഫോട്ടോ ഇടും എന്നുള്ളതൊരു മത്സരം തന്നെയായിരിക്കും. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനുള്ള ടാസ്ക് ഉണ്ടാവും. ഇങ്ങനെ രസകരമായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും. അതുപോലെ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ ഫോട്ടോ അല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഫോട്ടോ ഷെയർ ചെയ്യാനുണ്ടാവും. അതൊരു രസമാണ്. ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഒരേ കാര്യം ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെയാണെങ്കിൽ തീർച്ചയായും ഒരു ഗ്രൂപ്പിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്ത കൺട്രിയിൽ നിന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണാനും കഴിയും. ഇതിനു മുൻപ് ജോയിൻ ചെയ്ത ആൾക്കാർക്കും ആ ഒരു ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുക്കാം. സ്വാഗതം. അപ്പം മിസ് ചെയ്യേണ്ട, ഇതുപോലെ ചെറിയൊരു എമൗണ്ടിൽ ഇനിയൊരു ഗ്രൂപ്പ് കോച്ചിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഒരു ഗ്രൂപ്പ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ് അങ്ങ് സെൻഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും ലൈവായിട്ട് വോയിസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് ഗ്രൂപ്പ് കോച്ചിങ് തരുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.